വേണ്ട കേട്ടോ. കുറച്ച് A4 ഷീറ്റ് ഒരു 5 മിനിറ്റ് സമയം മാറ്റി വെച്ചാൽ നമുക്ക് തന്നെ അടിപൊളി സ്റ്റാറുകൾ ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ കളർ പേപ്പറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചാർട്ട് പേപ്പർ യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കാം കേട്ടോ. നമുക്ക് സമചതുരമായിട്ടുള്ള പേപ്പറാണ് സ്റ്റാർ ഉണ്ടാക്കാൻ വേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് എത്ര ലീഫുള്ള സ്റ്റാറാണ് ഉണ്ടാക്കേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള പേപ്പർ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാനിതാ ബാക്കി പേപ്പേഴ്സും കൂടെ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് ശേഷം നമുക്കിത് നമ്മൾ മടക്കിയ ഒരു ഭാഗമില്ലേ അതെ അവിടെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഒരു മൂല മടക്കി കൊടുക്കാം. എന്നിട്ട് അവിടെ ഒരു പെന്ന് ഉപയോഗിച്ചിട്ട് ഞാനൊരു പോയിന്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പുറത്തെ സൈഡ് നമ്മൾ ഇതുപോലെ മടക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ അതിന് വേണ്ടിയിട്ട് ഞാൻ മറ്റൊരു പോയിന്റ് കുറച്ചുകൂടെ അപ്പുറത്തേക്കായിട്ട് ഇടുന്നുണ്ട്. എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഒരു ലീഫ് അപ്പുറത്തെ സൈഡിലേക്കായിട്ട് മടക്കി വെക്കാനാണ്. ഞാൻ പറയുന്നത് ചിലപ്പോൾ മനസ്സിലാവുന്നുണ്ടാവില്ല, കണ്ടാൽ മനസ്സിലാവുന്നുണ്ടാവും. കണ്ടില്ലേ, ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാനായിട്ട് ഒന്നിൻ്റെ മുകളിലേക്ക് ഒന്നായിട്ടാണ് നമ്മൾ മടക്കി കൊടുക്കുന്നത്. കറക്റ്റായിട്ട് അങ്ങനെ മടക്കിയതിന് ശേഷം നമുക്ക് ബാക്കി പേപ്പേഴ്സ് കൂടെ ഇതുപോലെ തന്നെ മടക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ബാക്കി കൂടെ മടക്കിയിട്ടുണ്ട്. അതിനുശേഷം ഒരു സ്കെയിൽ യൂസ് ചെയ്തിട്ട് ഒരു 4 സെൻറ്റിമീറ്റർ ഞാൻ അളന്നിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം സ്കെയിൽ യൂസ് ചെയ്തിട്ട് തന്നെ അപ്പുറത്തെ 2 മൂലയിലേക്ക് ഇതുപോലെ വരയ്ക്കുന്നുണ്ട് കേട്ടോ. ഈ ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയാനുള്ളതാണ്. നിങ്ങൾ യൂസ് ചെയ്യുന്ന പേപ്പറിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഈ കട്ട് ചെയ്യുന്ന സെൻറ്റിമീറ്റർ ഉണ്ടല്ലോ അതിൻ്റെ അളവ് കൂട്ടാൻ 5 സെൻറ്റിമീറ്ററോ 6 മറ്റോ ആക്കി മാറ്റാൻ പറ്റും കേട്ടോ. അതിനുശേഷം ഞാനിതാ നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒരു സ്കെയിൽ യൂസ് ചെയ്തിട്ട് നടുവിൽ ഒരു 1/2 സെൻറ്റിമീറ്ററുള്ള ഒരു ത്രികോണം കൂടെ ഉണ്ടാക്കി കൊടുത്തിട്ട് അതുകൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ ഇത് മടക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ വീണ്ടും ഇതുപോലെ കട്ട് ചെയ്യുന്നത്. അതിനുശേഷം 2 മൂലയിലും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് മുകളിലേക്കായിട്ട് ഇങ്ങനെ ഒന്ന് മടക്കി വയ്ക്കാം. അതിനുശേഷം നമ്മൾ ഈ മടക്കി ഏരിയ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് അപ്പുറത്തെ സൈഡ് കൂടെ ഇതുപോലെ തന്നെ ഒന്ന് മടക്കി കൊടുക്കാം. പക്ഷേ ഈ സൈഡ് നമ്മൾ കട്ട് ചെയ്ത് കളയുന്നില്ല, കാരണം ഇത് നമുക്ക് ഒട്ടിക്കാനുള്ളതാണ്. അപ്പം നമ്മുടെ സ്റ്റാറിൻ്റെ ലീഫ് ഇതാ ഒരുവിധം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഡിസൈൻ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം ഞാനിതാ ഇവിടെ ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു ഹോളുകൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ഇതുപോലെ ഹോൾ ഇടുന്ന മെഷീൻ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആണി ഉപയോഗിച്ചിട്ടൊക്കെ ഹോൾ ഇടാം കേട്ടോ. അപ്പം നമ്മുടെ സ്റ്റാറിൻ്റെ ലീഫ് റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ള ലീഫുകളൊക്കെ ഇതുപോലെ തന്നെ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതേ ചിറക് പോലെ നമ്മൾ സെറ്റ് ചെയ്ത ഭാഗമില്ലേ അവിടെ ഇതുപോലെ നന്നായിട്ടൊന്ന് പശ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് മറ്റ് ലീഫുകൾ എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അതായത് ഒന്നിനുള്ളിലായിട്ട് ഒന്നായിട്ടാണ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നത്. അതിൽ ലീഫ് ഇല്ലാത്തതിന് ഉള്ളിൽ വേണം കേട്ടോ ഒട്ടിക്കാൻ. നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. കണ്ടില്ലേ, ഇനി നമുക്ക് നെക്സ്റ്റ് ലീഫ് എടുത്തിട്ട് ഇതുപോലെ തന്നെ ഒന്ന് പശ തേച്ച് കൊടുക്കാം. അതുപോലെ തന്നെ അപ്പുറത്ത് എടുത്തിട്ട് കണ്ടില്ലേ, നമ്മളതിൽ ലീഫ് ഇല്ലാത്തടുത്ത് വെച്ചിട്ട് ഉള്ളിലേക്കായിട്ട് നമ്മുടെ ഓരോ ലീഫുകൾ ഇതുപോലെ ഇറക്കി വെക്കുകയാണ്. ഇതുപോലെ നമുക്ക് ഓരോന്നും ചെയ്യട്ടെ. നിങ്ങൾക്ക് കാണുമ്പോൾ പെട്ടെന്ന് ക്ലിക്ക് ആവാത്തവർക്ക് ഒന്നുകൂടെ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും ഇത് ഒട്ടിക്കുന്നത് കാണിക്കുന്നത്. ഇത് വളരെ എളുപ്പമാണ്. ഒരു 5 മിനിറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാം കേട്ടോ. കാരണം ഞാൻ തന്നെ അത്ര വലിയ ക്രാഫ്റ്റ് മേക്കറോ കാര്യങ്ങളൊന്നുമല്ല, എനിക്ക് അത്ര അറിയൊന്നുമില്ല. എന്നിട്ട് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങളെ കൊണ്ട് എന്തായാലും ചെയ്യാൻ പറ്റും. അതിനുശേഷം ഞാനിതാ എല്ലാം ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു പേപ്പർ ഇതുപോലെ കട്ട് ചെയ്തിട്ട് അതിൽ പശ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റാറിൽ നമ്മൾ ഹോൾ ഇട്ടിട്ട് നൂലിട്ട് കെട്ടില്ലേ, ആ സമയത്ത് പൊട്ടിപ്പോരാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു കട്ടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പേപ്പർ നമ്മൾ ഇങ്ങനെ 2 സൈഡിലായിട്ട് ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കുന്നത്. അതിനുശേഷം ഞാനൊരു കുഞ്ഞ് ആണി യൂസ് ചെയ്തിട്ട് കണ്ടില്ലേ കുഞ്ഞ് ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഒരു നൂല് അതിനുള്ളിലൂടെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ സ്റ്റാറിൻ്റെ ലീഫൊക്കെ ഇതുപോലെ ഒന്ന് നിവർത്തി കൊടുക്കാം കേട്ടോ. അടിപൊളിയല്ലേ, എങ്ങനെയുണ്ട്? ഞാനിവിടെ 6 5 ലീഫുകളുള്ള സ്റ്റാറുകളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്.